എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കും. നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ പുതുവത്സര ആശംസകൾ. ഈ 2024 എന്ന വർഷം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു വർഷമായി തീരട്ടെ. ഈ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു സന്ദേശമാണ് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം എനിക്ക് തന്നത്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ആ വചനം ശ്രദ്ധിക്കാം. 119 സങ്കീർത്തനത്തിന്റെ 126 വാക്യം, യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാകും. 2024 കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ഒന്നേ സംസാരിക്കാനുള്ളൂ. ഇത് മനുഷ്യർക്ക് പ്രവർത്തിക്കാനുള്ള സമയമല്ല, ദൈവത്തിന് മാത്രം പ്രവർത്തിക്കുവാനുള്ള സമയമാണ്. 2022 23 21 20 ഒക്കെ നീ പ്രാർത്ഥിച്ചിട്ടും നടക്കാതിരുന്ന ചില കാര്യങ്ങൾ 2024 ദൈവം നടത്തിത്തരാൻ പോവാം. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ദൈവം നിങ്ങളോട് സംസാരിക്കുക. കഴിഞ്ഞ വർഷം പലതും നിനക്ക് വേണ്ടി ചെയ്യാഞ്ഞത് നീ പാപിയായിട്ടോ നിന്നെ മറന്നിട്ടോ അല്ല. ദൈവം പെൻഡിങ്ങിൽ വെച്ച എല്ലാ ഫയലുകളും ഈ വർഷം പുറത്തെടുക്കും. ദൈവത്തിന്റെ സൈൻ ചില വിഷയത്തിന്മേൽ വീഴും. നമുക്കൊന്നിച്ചു മനസ്സിൽ പറയാം, ഇത് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമാകും. എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുമ്പോൾ ഏകദേശം 2 മാസം പുറകിൽ ഞാൻ ഈ ശബ്ദം ദൈവത്തിൽ നിന്ന് കേൾക്കുക. ആകാശത്ത് മേഘങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് എന്നെ കാണിച്ച ദൈവം അഗ്നി നിറം കൊണ്ട് എഴുതി കാണിക്കുക, ഇത് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമാകും. ഞാൻ ഈ മെസ്സേജ് നിങ്ങളോട് പറയുമ്പോഴും എന്റെ കണ്ണിൽ നിന്ന് ദൈവം തന്ന ദർശനം മാറിയിട്ടില്ല. നിങ്ങൾ വളരെ നാളുകൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും സ്വപ്നം കാണുകയും ചെയ്ത പല കാര്യങ്ങളും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതമാക്കി മാറ്റിത്തരാൻ പോവുക. നിങ്ങൾ എന്നോട് ചേർന്ന് ഈ രാവിലെ പറയുവോ, കർത്താവേ, ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണ്. നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി അഴിച്ചുവിടാൻ പോവുക. നിന്റെ പേഴ്സണൽ ലൈഫിൽ ഒരു ദൈവപ്രവൃത്തി അഴിച്ചുവിടാൻ പോവുക. നിന്റെ സ്പിരിച്വൽ ലൈഫിൽ ഒരു ദൈവപ്രവൃത്തി അഴിച്ചുവിടാൻ പോവുക. മനസ്സുകൊണ്ട് നീ പറഞ്ഞ, കർത്താവേ, ഈ പുതുവർഷം സ്തോത്രം, ജനുവരി മാസം 1-ാം തീയതി നമുക്ക് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാം, ഇത് ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള സമയമാകും. നിങ്ങൾ മനസ്സിൽ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തിക്ക്, ഇത് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമാണ്. നിനക്ക് രോഗസൗഖ്യത്തിന്മേലൊരു ദൈവപ്രവൃത്തി, നിന്റെ സാമ്പത്തിക വിഷയത്തിൽ ഒരു ദൈവപ്രവൃത്തി, നിന്റെ തലമുറയുടെ ഫ്യൂച്ചറിൽ ഒരു ദൈവപ്രവൃത്തി, സകല മേഖലകളിലും ഒരു ദൈവപ്രവൃത്തി. കരങ്ങളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുതുവർഷം ആരംഭിക്കുക. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിനൊരു പുതിയ വർഷം തന്നതുകൊണ്ട് സ്തോത്രം. ഇത് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമാകുന്നു എന്ന് സങ്കീർത്തന പുസ്തകത്തിൽ പരിശുദ്ധാത്മ നിയോഗത്തോടെ, ദൈവവൃത്യൻ ആത്മനിയോഗത്തോടെ എഴുതി വെച്ച വചനം ഞങ്ങൾക്ക് ഒരു സന്ദേശമായി തന്നതുകൊണ്ട് സ്തോത്രം. കർത്താവേ, ഈ വർഷം മുഴുവൻ ഓരോ മാസവും ഓരോ തരത്തിലുള്ള ദൈവപ്രവൃത്തി, ഓരോ തരത്തിലുള്ള അത്ഭുതങ്ങൾ കാണാൻ ഞങ്ങളുടെ കണ്ണുകൾ കൊതിക്കുന്നു. നിന്റെ ശബ്ദം കേൾക്കാൻ കാതുകൾ കൊതിക്കുന്നു. ഈ രോഗമില്ലാത്തൊരു വർഷം, പ്രതിസന്ധി ഇല്ലാത്തൊരു വർഷം, പ്രതികൂലങ്ങളില്ലാത്തൊരു വർഷം, വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു വർഷം, പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വർഷം, ജയകരമായ ജീവിക്കുന്ന ഒരു വർഷം, പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുന്ന ഒരു വർഷം, ആരുടെയും കുറ്റം പറയാതെ ജീവിക്കുന്ന ഒരു വർഷം, സമൃദ്ധി അനുഭവിക്കുന്ന വർഷം, അനേകായിരങ്ങളെ യേശുവിലേക്ക് കൊണ്ടുവരുന്ന വർഷമാക്കി ഈ വർഷം തീർത്തത് കൊണ്ട് സ്തോത്രം. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഇത് ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള സമയമാകുന്നു. കാത്തിരുന്ന് കാണാം. ഗോഡ് ബ്ലസ്.